ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വിമാനങ്ങളിലൊന്നാണ് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്. കൃത്യമായ അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം കഴിയേണ്ടി വരും. വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന അപകടത്തിലേക്ക് നയിച്ച സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിൽ നിന്നാണ് നേരത്തെ തന്നെ ഈ പക്ഷി ഇടിച്ചു അല്ലെങ്കിൽ അമിതഭാരം ഉണ്ടായിരുന്നു എന്ന സാധ്യതകൾ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. വിമാന അപകടങ്ങളിൽ 50% സംഭവിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ്. 5% അപകടങ്ങൾ മാത്രമാണ് ടേക്ക് ഓഫിനിടെ ഉണ്ടാകുന്നത്. ഇതാവട്ടെ എഞ്ചിൻ തകരാറ്, പക്ഷിയുടെ ആക്രമണം, റൊട്ടേഷൻ സ്പീഡിലുള്ള തകരാറുകൾ എന്നിവ മൂലമാണ്. ഇവയിൽ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്? ഇനിയുള്ള അന്വേഷണം ആ കാരണത്തിലേക്കാണ്. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ആദ്യ സൂചനകൾ നൽകും. പറന്നിരുന്ന ഉയരം, വേഗത, എഞ്ചിൻ പ്രവർത്തനം എന്നിവയെല്ലാം ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലുണ്ടാവും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരുടെ സംഭാഷണ വിവരങ്ങളടക്കവും ഉണ്ടാകും. വിമാന സുരക്ഷയും പറക്കലും സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് കൂടി വഴി തുറന്നിരിക്കുകയാണ് അഹമ്മദാബാദ് അപകടം. പൈലറ്റിനുണ്ടായ പിഴവ്, മോശം കാലാവസ്ഥ, എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയത്തിലെ പിഴവ്, ഇത്തരം സാധ്യതകൾ അപകടത്തിന് ഇടവച്ചിരിക്കുക. പക്ഷി ഇടിച്ചത് മൂലമുണ്ടായ അപകടമെങ്കിൽ 2 എഞ്ചിനുകളും ഒന്നിച്ച് തകരാറിലാവാൻ സാധ്യതയില്ല. മാത്രമല്ല, പുറത്തു വന്ന അപകട ദൃശ്യങ്ങളിലൊന്നും ഈ സാധ്യതയ്ക്ക് സൂചനകളുമില്ല. മറ്റൊരു സാധ്യത വിമാനത്തിന്റെ ചിറകളിലുള്ള ഫ്ലാപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ്. ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പുകൾ നേരെയാക്കാൻ വിട്ടുപോയത് അപകടത്തിന് കാരണമായേക്കാം. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതാണ് പൈലറ്റ് അയച്ച സന്ദേശം. വിമാനത്തിന് ഉയരാനുള്ള ഊർജം കിട്ടാതെ പോയത് ഫ്ലാപ്പുകൾ തുറന്നിരുന്നതുകൊണ്ടാവും. മറ്റൊന്ന്, ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടുവെന്ന റിപ്പോർട്ടുകളാണ്. റാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതിന്റെ സൂചനയാണിത്. അസാധാരണ സാഹചര്യങ്ങളിൽ വിമാനത്തിന് വൈദ്യുതി നൽകുന്ന സംവിധാനമാണിത്. റാറ്റ് പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. 676 അടി ഉയർന്നതിന് ശേഷവും ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിക്കാതെ പൈലറ്റ് കരുതൽ നടത്തിയത് ഒരുപക്ഷെ എവിടെയെങ്കിലും അടിയന്തര ലാൻഡിംഗ് വേണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാവാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.